നമസ്കാരം. സിമ്പിൾ വണ്ണിന്റെ അപ്ഡേറ്റ് ഒന്നുമില്ലേ എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു. നമുക്കറിയാം 2021 ഓഗസ്റ്റ് 15 ഓല ലോഞ്ച് ചെയ്ത അതേ ദിവസം തന്നെ ലോഞ്ച് ചെയ്ത ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ് സിമ്പിൾ എനർജീസ്. ഓല ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇന്ത്യയൊട്ടാകെയുള്ള വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. സിമ്പിൾ വൺ അവരുടെ വണ്ടിയുടെ നിർമ്മാണം പോലും തുടങ്ങിയിട്ടില്ല. എന്താണ് ഇവർ ഈ കാണിക്കുന്നത്? വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്ത്. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സിമ്പിൾ വൺ ഇതുവരെ ഇറങ്ങാതിരുന്നത്. മാത്രമല്ല സിമ്പിൾ വൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഏഥറിന്റെ ഫ്രെയിം ഉപയോഗിച്ച് സിമ്പിൾ വണ്ണിന്റെ ബോഡി ഇട്ട് ഡിസ്പ്ലേ ചെയ്തതും ലോഞ്ച് സമയത്ത് ഓലയെ മറികടക്കാൻ പെട്ടെന്നുള്ള സ്പെക്സ് മാറ്റലുമെല്ലാം നമ്മൾ കണ്ടതാണ്. സിമ്പിൾ വണ്ണിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന സ്പെക്സ് ആയിരുന്നില്ല അവർ ലോഞ്ച് സമയത്ത് അവതരിപ്പിച്ചത്. ഓലയേക്കാൾ പല കാര്യങ്ങളും കൂടുതലായാണ് കാണിച്ചിരുന്നത്. ഇത്രയും വലിയ ഉഡായിപ്പുകൾ ചെയ്തതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതും ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സിമ്പിൾ എനർജീസ്. ഈ വണ്ടി 1945 രൂപ കൊടുത്ത് പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് നിർമ്മാണം തുടങ്ങാമെന്ന് ഇവർ കരുതി കാണും. ഒരുപാട് ബുക്കിംഗ് ഇവർ പ്രതീക്ഷിച്ചും കാണും. പക്ഷേ ഓല ജനങ്ങൾ സ്വീകരിച്ചതോടെ അവരൊരു വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു. അതോടുകൂടി സിമ്പിൾ വണ്ണിന്റെ പ്രീ ബുക്കിംഗ് പ്രതീക്ഷയും ഒരു പരിധിവരെ അവസാനിച്ചു കാണണം. പ്രീ ബുക്കിംഗിൽ നിന്നും ഒരുപാട് കാശ് വാരിക്കൂട്ടാം എന്ന ഇവരുടെ പ്ലാൻ എ പ്രതീക്ഷ അസ്തമിച്ചാൽ പിന്നെ പ്ലാൻ ബി ആണ്. അതായത് ആരെങ്കിലും ഇവരെ ഫണ്ട് നൽകി സഹായിച്ചേ മതിയാകൂ. മുൻപ് ഇവർ നടത്തിയ ഉഡായിപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു വലിയ ഫണ്ടിംഗ് ഇവരെ വിശ്വസിച്ച് കൊടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പറഞ്ഞു വരുന്നത് ഇത്രയും കാലം സിമ്പിൾ വൺ ഇറങ്ങാതിരിക്കാൻ കാരണം ഇതായിരിക്കും എന്നതാണ്. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാം. ഈയിടെ സിമ്പിൾ വണ്ണിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിമ്പിൾ എനർജീസ് സിമ്പിൾ വൺ എന്ന അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ ഇവരുടെ ആദ്യത്തെ പ്ലാന്റ് തുറന്നിരിക്കുകയാണ്. ഏകദേശം 100 കോടി രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച ഈ പ്ലാന്റിൽ 700 പേർക്കാണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് അത്രയും കോടി രൂപയുടെ ഫണ്ടിംഗ് ഇവർ സമാഹരിച്ചു എന്നർത്ഥം. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഷൂളഗിരിയിലാണ് ഇവരുടെ പുതിയ പ്ലാന്റ് തുറന്നത്. സിമ്പിൾ വിഷൻ 1.0 എന്നാണ് കമ്പനി പ്ലാന്റിന് പേരിട്ടിരിക്കുന്നത്. ഈ പ്ലാന്റിന് പ്രതിവർഷം 10 ലക്ഷം സ്കൂട്ടറുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ മാസം തന്നെ പ്രൊഡക്ഷൻ തുടങ്ങുമെന്നാണ് കമ്പനിയുടെ സിഇഒ സുഹാസ് രാജ്കുമാർ അവരുടെ പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് പറഞ്ഞത്. മീഡിയയെ ക്ഷണിക്കാത്ത ഒരു ഉദ്ഘാടനമായിരുന്നു ഇത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം പങ്കെടുത്തിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ തുടങ്ങി വണ്ടികൾ ഇറക്കാൻ സിമ്പിൾ എനർജീസിന് സാധിക്കട്ടെ. ഒരു ഉഡായിപ്പ് കമ്പനിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ തോന്നുന്നുണ്ടാവും. അവരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഉഡായിപ്പ് കാണിക്കാത്ത ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ പറയാൻ സാധിക്കുമോ? ഏഥർ ആയാലും ഓലയായാലും ബജാജ് ചേതക് ആയാലും TVS iQube ആയാലും മറ്റേത് കമ്പനി ആയാലും സബ്സിഡിയുടെ പേരിൽ ജനങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വിഴുങ്ങുന്നവരാണ് ഇവർ മുഴുവനും. അതിലും വലിയ ഉഡായിപ്പ് മറ്റെന്താണുള്ളത്? എന്നിട്ടും ഈ വണ്ടികൾ നിങ്ങൾ പൊന്നും വിലയും കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ? അതുകൊണ്ട് ഉഡായിപ്പിന്റെ കാര്യം കൂടുതൽ സംസാരിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ 2 വേരിയന്റുകളിലാണ് ഇറങ്ങുന്നത്. 235 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ബേസിക് മോഡലിന്റെ വില 1,10,000 രൂപയും 300 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ടോപ്പ് എൻഡ് മോഡലിന്റെ വില 1,45,000 രൂപയുമായിരിക്കുമെന്നാണ് തുടക്കത്തിൽ അവർ പറഞ്ഞിരുന്നത്. ഇനി വില കൂട്ടുമോ എന്ന കാര്യം കണ്ടറിയണം. സിമ്പിൾ വണ്ണിന്റെ 2 വേരിയന്റ് വണ്ടികളുടെയും ടെക്നിക്കൽ സ്പെക്സും ഫീച്ചേഴ്സുകളും അടക്കം മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്.